നമസ്കാരം. നമ്മളിന്ന് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയാണ് നോക്കുന്നത്. നിങ്ങളുടെ കയ്യിലും അതിന്റെ ഭാഗങ്ങളുണ്ട്. നമുക്കിതിലൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. തീർച്ചയായും. ഇത് പ്രധാനമായിട്ടും മുസ്ലിം വ്യക്തി നിയമത്തിലെ ഒരു വിവാഹമോചന രീതിയെക്കുറിച്ചാണ്. മുബാരാത്ത്. മുബാറത്ത്. അതെ, അതിന്റെ നിയമപരമായ വശങ്ങളാണ് ഈ വിധിയിൽ കൂടുതലും വരുന്നത്. അപ്പം എന്താണ് ഈ മുബാറത്ത്? പിന്നെ എന്തിനാണ് ഈ ദമ്പതികള്, അതായത് വ്യക്തി നിയമപ്രകാരം പിരിഞ്ഞിട്ടും കോടതിയെ സമീപിക്കേണ്ടി വന്നത്? അതെ, ഫാമിലി കോടതി ആദ്യം എന്തുകൊണ്ട് തള്ളി? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നതല്ലേ? അതെ അതെ ഇതിന്റെ തുടക്കമെന്ന് പറയുന്നത് ആസിഫ് ദാവൂദ് ബായി കർവയും ഭാര്യയും അവർ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തു. ഓക്കെ. 2021 കല്യാണം കഴിഞ്ഞവരാണ്. 3 കുട്ടികളുണ്ട്. പക്ഷേ 1 വർഷത്തിലേറെയായിട്ട് അവർ പിരിഞ്ഞു താമസിക്കുമായിരുന്നു. ശരി. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങള് അത് രൂക്ഷമായപ്പോ അവര് തീരുമാനിച്ചു ഇസ്ലാമിക നിയമപ്രകാരം തന്നെ മുബാരാത്ത് വഴി പിരിയാമെന്ന്. ഓഹോ, പരസ്പരം തീരുമാനിച്ചു. അതെ, പരസ്പരം. എന്നിട്ട് ഇതിനൊരു നിയമപരമായ ഒരു അംഗീകാരം അല്ലെങ്കിൽ സ്ഥിരീകരണം വേണം. അതിനാണ് ഫാമിലി കോടതിയിൽ പോയത്. ഓക്കെ. അപ്പൊ ഈ മുബാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് വിശദമാക്കാമോ? മുബാറാത്ത് എന്ന് വെച്ചാൽ ഭർത്താവും ഭാര്യയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ച് വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുന്ന രീതിയാണ്. പരസ്പര സമ്മതം. അതെ, ഇത് ഹുല പോലെയല്ല. ഖുലയിൽ സാധാരണ ഭാര്യയാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത്. ശരിയാണ്. അപ്പോ ഭർത്താവിന്റെ സമ്മതം വേണം. ചിലപ്പോൾ ഈ മഹർ കൊടുത്തത് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ തിരികെ കൊടുക്കേണ്ടി വരും. മനസ്സിലായി. പക്ഷെ മുബാറാത്തിൽ അങ്ങനെയല്ല. രണ്ടുപേർക്കും പിരിയണം. അതെ, രണ്ടുപേർക്കും ഒരുപോലെ താൽപ്പര്യമുണ്ട് പിരിയാൻ. പിന്നെ ഇത് നിയമപരമായി അംഗീകരിച്ചിട്ടുള്ള ഒന്നുമാണ്. 1937 മുസ്ലിം വ്യക്തി നിയമം. ശരിയത്ത് നിയമം. അതിന്റെ 2ാം വകുപ്പിൽ ഇത് പറയുന്നുണ്ടല്ലേ? ഉണ്ട്. കോടതി വിധിന്യായത്തിൽ ഖുറാനിലെ ചില ഭാഗങ്ങളും പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിലെ 128 മുതൽ 130 വരെയുള്ള വചനങ്ങൾ. ഓക്കെ. പക്ഷേ എന്നിട്ടും ഫാമിലി കോടതി ഇവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞു. അതെ, തള്ളി. ഒരുപക്ഷേ അവരുടെ ഒരു ധാരണ ഇതിന് എന്താ പറയുക, ഒരു രേഖാമൂലമുള്ളൊരു കരാർ വേണം എന്നായിരിക്കാം, നിയമസാധുത കിട്ടാൻ. അവിടെയാണ് കാര്യം ശ്രദ്ധേയമാവുന്നത്. അതെ, അവിടെയാണ് ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണം വരുന്നത്. എന്തായിരുന്നു അത്? ഈ രേഖ വേണമെന്നില്ല എന്നാണോ? അതെ, ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞു. മുബാരാത്ത് ശരിയാവാൻ, സാധുവാകാൻ ഒരു രേഖാമൂലമുള്ള കരാർ വേണമെന്ന് ഖുറാനിലോ ഹദീസിലോ അല്ലെങ്കിൽ നിലവിലുള്ള ആചാരങ്ങളിലോ ഒന്നും പറയുന്നില്ല. ഓക്കെ. ഉദാഹരണത്തിന് നിക്കാഹ്, അത് രജിസ്റ്റർ ചെയ്യാറുണ്ട്. പക്ഷേ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും നിക്കാഹ് സാധുവാണ്. അതുപോലെ മുബാരത്തിനും ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള എഴുത്ത് ആവശ്യമില്ല. പരസ്പരം സമ്മതിച്ചൊരു പ്രഖ്യാപനം നടത്തിയാൽ മതി. അപ്പോ ഇതിനർത്ഥം ഈ ദമ്പതികൾ കോടതിയിൽ പോയത് വിവാഹമോചനം അനുവദിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവര് തമ്മിൽ വ്യക്തി നിയമപ്രകാരം നടത്തിയ ആ വേർപിരിയൽ അതൊന്ന് സ്ഥിരീകരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. ഒരു ഡിക്ലറേഷൻ പോലെ. ശരിയല്ലേ? വളരെ കൃത്യമാണ്. അത് തന്നെയാണ് കാര്യം. ഫാമിലി കോഡ്സ് ആക്ട് നോക്കിയാൽ അതിലെ സെക്ഷൻ 7(1) എക്സ്പ്ലനേഷൻ ബി ഉണ്ട്. അതനുസരിച്ച് ഒരു വിവാഹബന്ധത്തിന്റെ അന്നത്തെ അവസ്ഥ എന്താണ്, മാരിറ്റൽ സ്റ്റേറ്റസ്, അതിനെക്കുറിച്ചൊരു പ്രഖ്യാപനം നടത്താൻ ഫാമിലി കോടതിക്ക് അധികാരമുണ്ട്. ഈ ദമ്പതികൾ ആവശ്യപ്പെട്ടതും അങ്ങനെയൊരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ആ കേസ് നിലനിൽക്കും. ഫാമിലി കോടതിക്ക് അത് പരിഗണിക്കാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇതിനു മുൻപും ഇത്തരം കേസുകൾ വന്നിട്ടുണ്ടോ? മറ്റ് ഹൈക്കോടതികൾ? ഉണ്ട്. വിധിയിൽ തന്നെ പറയുന്നുണ്ട്. കർണാടക ഹൈക്കോടതിയുടെയും ഡൽഹി ഹൈക്കോടതിയുടെയും സമാനമായ ചില വിധികളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അതും ഈ തീരുമാനത്തിനൊരു ബലം കൊടുത്തു. അതുകൊണ്ടാണ് ഹൈക്കോടതി ഫാമിലി കോടതിയുടെ ആദ്യത്തെ ആ ഉത്തരവ് റദ്ദാക്കിയത്. എന്നിട്ട് കേസ് വീണ്ടും കേട്ട് 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കാൻ പറഞ്ഞതും. അതെ. അപ്പോ ഇതിൽ നിന്നുള്ള പ്രധാന പാഠം എന്താണ്? പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, മുസ്ലിം വ്യക്തി നിയമത്തിൽ മുബാറത്ത് എന്നത് ശരിയായ അംഗീകൃതമായ ഒരു വിവാഹമോചന രീതിയാണ്. അതിന് രേഖയുടെ ആവശ്യമില്ല, പരസ്പര സമ്മതം മതി. ശരി. 2, അങ്ങനെ വ്യക്തി നിയമപ്രകാരം നടക്കുന്ന ഒരു വേർപിരിയലിന് ഒരു നിയമപരമായ സ്ഥിരീകരണം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിലവിലെ വൈവാഹിക നില എന്താണെന്നൊരു പ്രഖ്യാപനം വേണമെങ്കിൽ അതിന് ഫാമിലി കോടതിയെ സമീപിക്കാം. കോടതിക്ക് അതിന് അധികാരമുണ്ട്. അപ്പോൾ ഈ വ്യക്തി നിയമങ്ങളും രാജ്യത്തെ പൊതുവായ നിയമ സംവിധാനങ്ങളും തമ്മിലൊരു ബന്ധമുണ്ടെന്നത് കാണിക്കുന്നുണ്ട്. തീർച്ചയായും. അതാണിതിലെ ശ്രദ്ധേയമായ കാര്യം. ഇത് വേറൊരു ചോദ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. അതായത് വ്യക്തി നിയമം ഒരു കാര്യത്തിന് രേഖ നിർബന്ധമാക്കുന്നില്ല,
പക്ഷേ എപ്പോഴാണ് നമുക്ക് ഈ ഔദ്യോഗിക രേഖയുടെ ആവശ്യം വരുന്നത്? ഉം. ചിലപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കോടതിയുടെ സ്ഥിരീകരണം ഒരു ആവശ്യമായി വരുമായിരിക്കും, അല്ലേ? വരാം, അതെ. അവിടെയാണ് ഈ വ്യക്തി നിയമവും പൊതുനിയമ സംവിധാനവും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ വരുന്നത്. അതെ. അപ്പോ വ്യക്തിനിയമം ഒരു വശത്ത്, എന്നാൽ അതിന്റെ പ്രായോഗികമായ അംഗീകാരത്തിന് ചിലപ്പോൾ പൊതുനിയമ സംവിധാനത്തിന്റെ സഹായം തേടേണ്ടി വരുന്നു. ഇതുകുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്നൊരു വിഷയമാണ്.